തിരുവെഴുത്തുകളുടെ വിശകലനം പാർട്ട് 3. AD 2024 അതിന് ശേഷമോ താൻ രണ്ടാമത് വരുമെന്ന് യേശു 2000 വർഷം മുൻപേ പ്രവചിച്ചോ? മത്തായി 24 അങ്ങനെ യേശു പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മത്തായി 24 ആ ഭാഗം ഒന്ന് പരിശോധിക്കാം. മത്തായി 24:1. ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. 24:2. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ ചെന്ന്, അത് എപ്പോൾ സംഭവിക്കുമെന്നും നിൻ്റെ വരവനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അത് എപ്പോൾ സംഭവിക്കും? ഏത്? ദേവാലയം കല്ലിന്മേൽ കല്ല് ഇടിഞ്ഞു പോകുന്നതും നിൻ്റെ വരവും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരമായി അടയാളങ്ങൾ പറഞ്ഞിട്ട് 34-35 വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു. മത്തായി 24:34-35. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. യെരുശലേം ദേവാലയം യേശു പ്രവചിച്ച ആ തലമുറയിൽ തന്നെ AD 70 നശിപ്പിക്കപ്പെട്ടെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. യേശു ജനിച്ചത് AD 1 ക്രൂശിക്കപ്പെട്ട 33-ാമത്തെ വയസ്സിൽ AD 33 എന്നാണ് പൊതുവായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കണക്ക്. യേശു ക്രൂശിക്കപ്പെട്ട AD 33 ഇതൊക്കെ സംഭവിക്കുവോളം ആ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് പറഞ്ഞത്. ബൈബിൾ കണക്കനുസരിച്ച് 40 വർഷമാണ് ഒരു തലമുറ. യേശു സംസാരിച്ച ആ തലമുറ അങ്ങനെ AD 33 + AD 40 = AD 73. ആ AD 73 ആ തലമുറ ഒഴിഞ്ഞുപോയി. എന്നാൽ AD 73 ആ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുൻപേ തന്നെ AD 70 യേശു പ്രവചിച്ചതുപോലെ ദേവാലയം റോമാക്കാരാൽ നശിപ്പിക്കപ്പെട്ടു. അത് ചരിത്രത്തിലുണ്ട്, ചരിത്രം പറയുന്നു. അന്ന് നശിപ്പിക്കപ്പെട്ട ദേവാലയം ഇന്നും പുനർനിർമ്മിച്ചിട്ടില്ല. അത് പുനർനിർമ്മിക്കാൻ ടൺ കണക്കിന് മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് ഇസ്രായേലിയരുടെ മച്ചാന്മാരായ മലയാളി പെന്തക്കോസ്ത് പാസ്റ്റർമാർ സാക്ഷ്യം പറയുന്നു. രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെ ഇസ്രായേലിയരുടെ ദേവാലയം പുനർനിർമ്മിക്കാൻ അവരെക്കാൾ ധൃതി വെള്ള ജൂബയിട്ട മലയാളി ഉപദേശിമാർക്കാണ്. പ്രൈസ് ദി ലോർഡ്. ദേവാലയം തകർക്കപ്പെട്ടതോടുകൂടി ഒരേ വാചകത്തിൽ ചോദിച്ച 3 ചോദ്യങ്ങൾക്കും ഉത്തരമായി എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ലോകം അവസാനിച്ചിട്ടില്ലല്ലോ, യേശു വന്നിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത് സ്വാഭാവികം. അതിന് വിശദീകരണം തരാം. ലോക അവസാനമെന്ന സത്യവേദ പുസ്തകത്തിലെ വാക്ക് കത്തോലിക്കരുടെ POC ബൈബിളിൽ യുഗാന്ത്യമെന്നാണ്. മത്തായി 24:3 POC ബൈബിൾ. അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ച് പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിൻ്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ഈ വാക്ക് ലോകാവസാനമെന്നുള്ള വാക്ക് നമ്മളിപ്പോൾ കണ്ടു. POC ബൈബിളിൽ അത് യുഗാന്ത്യമെന്നാണ്. യഹോവയുടെ സാക്ഷികളുടെ ക്രിസ്തീയ ഗ്രീക്ക് തിരുവെഴുത്തുകൾ എന്ന പുതിയ നിയമത്തിൽ അത് യുഗസമാപ്തി എന്നാണ്. ഗുഡ് ന്യൂസ് ബൈബിളിൽ എൻഡ് ഓഫ് ദി ഏജ് എന്നാണ്. ന്യൂ സ്റ്റാൻഡേർഡ് വെർഷൻ ബൈബിളിൽ ക്ലോസ് ഓഫ് ദി ഏജ് ആണ്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ. സത്യവേദ പുസ്തകത്തിൽ ലോകാവസാനത്തിൻ്റെ അടയാളമാണ് അവർ ചോദിക്കുന്നതെങ്കിലും മറ്റ് മിക്ക ബൈബിളുകളിലും അത് ലോകാവസാനമെന്നല്ല, അത് യുഗാവസാനം, യുഗാന്ത്യം, യുഗസമാപ്തി, ഏജ് ഓഫ് ദി എൻഡ് എന്നാണ്. ഇസ്രായേലിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ പ്രധാന അനുഷ്ഠാനമായ മൃഗബലി നടത്തിയിരുന്നത് അവരുടെ ഏക ദേവാലയമായ യെരുശലേം ദേവാലയത്തിലായിരുന്നു.
ആ ദേവാലയം ഇല്ലാതായാൽ ന്യായപ്രമാണയുഗം അവസാനിക്കുമെന്ന് ശിഷ്യന്മാർക്കറിയാമായിരുന്നു. അതിനാലാണ് ഒറ്റയടിക്ക് സംഭവിക്കുന്ന ദേവാലയത്തിൻ്റെ നാശവും ന്യായപ്രമാണ യുഗാന്ത്യവും എപ്പോഴെന്ന് അവർ ചോദിച്ചത്. യേശുവിൻ്റെ മരണപുനരുദ്ധാന ശേഷം യാഗങ്ങൾ നടന്നിരുന്നതായി എബ്രായ ലേഖനം 10:1-3 വാക്യങ്ങളിൽ സൂചനയുണ്ട്. അപ്പോൾ അന്നും യേശുവിൻ്റെ മരണപുനരുദ്ധാനത്തോടു കൂടെ തന്നെ ന്യായപ്രമാണം പൂർണ്ണമായി നീങ്ങിപ്പോയില്ല. ദേവാലയം AD 70 നശിപ്പിക്കപ്പെട്ടപ്പോഴാണ് അത് ന്യായപ്രമാണം നീങ്ങിപ്പോയത്. AD 70 ന്യായപ്രമാണ യുഗത്തിന് അന്ത്യമുണ്ടാകുകയും ദൈവരാജ്യ യുഗം ആരംഭിക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം പര്യാലോചിക്കുന്ന മത്തായി 24 സമാന്തരമായ ലൂക്കോസ് 21 പറയുന്നത് ശ്രദ്ധിക്കാം. ലൂക്കോസ് 21:31 അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ. യേശു കർത്താവ് തൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ അടയാളം എന്ന ചോദ്യത്തിന് ഉത്തരമായി നൽകിയ വേദഭാഗങ്ങളിൽ നിന്നും അത് യേശു അന്ന് സംസാരിച്ച തലമുറയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാർക്ക് മാത്രം ബാധകമായിരുന്നു എന്ന് വ്യക്തമാണ്. യേശു അന്ന് സംസാരിച്ച തലമുറയിലുണ്ടായിരുന്ന യഹൂദന്മാർക്ക് മാത്രം ബാധകമായിരുന്നു എന്ന് വ്യക്തമാണ്. റവറൻഡ് ഡോക്ടർ പണ്ഡിത ശിരോമണി ആരോപിക്കുന്നത് പോലെ 2024 അതിന് ശേഷമോ ജീവിക്കുന്ന മുഴുവൻ ലോകജനതയ്ക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ബാധകമേ അല്ല. മത്തായി 23 ചില വാക്യങ്ങൾ പരിശോധിക്കാം. മത്തായി 24:16 അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോട്ടെ. ഭൂമിയിലെ 5 വൻകരകളിലുമുള്ള സകല മനുഷ്യരോടുമാണിത് പറയുന്നതെങ്കിൽ അവരെല്ലാവരും ഏത് മലയിലേക്ക് ഓടിപ്പോവും? ഇനിയും കേരളത്തിലെ ആലപ്പുഴയിലുള്ളവർ ഏത് മലയിലേക്ക് ഓടിപ്പോകും? ആലപ്പുഴയിലുള്ളവർ കാർ ഓടിച്ച് മൂന്നാറിലേക്ക് പോയാൽ മതിയോ? പ്രവചനം നിവൃത്തിയാകുമോ? ഇനിയും ഒടുക്കത്തെ നാളിൽ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ജീവകിരീടം നൽകാനായി യേശു വരുമ്പോൾ നിങ്ങൾ പോയി മലകളിൽ ഒളിച്ചിരുന്നാൽ എന്ത് കഷ്ടമാവും? അതൊരു പ്രശ്നമല്ലേ? കർത്താവ് ജീവകിരീടം തരാൻ വരിക, നിങ്ങൾ പോയി മലകളിൽ ഒളിക്കുക. മത്തായി 24:20 എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. ശീതകാലം പോലും ഈ 2024 കേരളത്തിൽ ശീതകാലമെന്നൊന്നില്ലായിരുന്നു. അതുപോലെ ശബത്തിൽ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പീനെന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും ഇപ്പോഴെവിടെയാണ് ശബത്ത് ആചരിക്കുന്നവരുള്ളത്? ഇപ്പോൾ ഇസ്രയേലിലോ നമ്മുടെ 7th ഡേ അഡ്വെന്റിസ്റ്റുകളോ കുറച്ച് പേര്, മൊത്തം ലോക ജനസംഖ്യയിൽ 1-2% ആൾക്കാരെ ഇന്നിപ്പോൾ ശബത്ത് അനുഷ്ഠിക്കുന്നവരുള്ളൂ. ശനിയാഴ്ച ശബത്തായിട്ട് അനുഷ്ഠിക്കുന്നവരുള്ളൂ. അപ്പോൾ ഈ വാക്യങ്ങൾ ലോകജനതയ്ക്ക് മുഴുവനും ഉള്ളതല്ല. അന്നുണ്ടായിരുന്ന ഇസ്രയേലിയർക്ക്, യഹൂദന്മാർക്ക് മാത്രമാണ് ബാധകം. പിന്നൊരു വാക്യം വായിക്കാം. മത്തായി 24:30 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റുള്ള ഉപേക്ഷിക്കും. യേശു കർത്താവ് ഇനിയാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഹാൻഡ് ഓപ്പറേറ്റഡ് തിരികല്ലും ആട്ടുകല്ലും അരകല്ലും ഒന്നും കേരളത്തിൽ ഒരിടത്തും ഉപയോഗത്തിലില്ല. ലോകത്തൊരിടത്തും വല്ല സൂഡാനിലോ എത്യോപ്യയിലോ എല്ലാം ഉണ്ടെങ്കിൽ കാണും. അല്ലാതെ ലോകത്തിൽ ഒരിടത്തും തിരികല്ലും ആട്ടുകല്ലും അരകല്ലും ഒന്നും ഇപ്പോഴില്ല. എല്ലായിടത്തും ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് മിക്സിയും ഗ്രൈൻഡറും ഒക്കെയാണ് ഉള്ളത്. യുഗാന്ത്യം എന്ന വാക്ക് ലോകാവസാനമെന്ന് സത്യവേദപുസ്തകത്തിൽ തെറ്റായി കൊടുത്തതിനാൽ സംഭവിച്ച ദുരന്തമാണിത്. 2000 വർഷമായി കോടിക്കണക്കിന് തെറ്റിദ്ധരിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ വരവിനും ലോകാവസാനത്തിനുമായി നോക്കിപ്പാർത്ത് നിരാശരായിരിക്കുന്നു. മത്തായി 24 യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് പ്രതിപാദിക്കുന്നെങ്കിൽ അത് AD 70 യെരുശലേമിൽ ന്യായപ്രമാണം ആചരിച്ചിരുന്ന കാലത്ത് തന്നെ നടന്നു കഴിഞ്ഞു. യേശു ഇനിയും വരുന്നെന്ന് മത്തായി 24 പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമാണ്.
യേശുവെ വേഗം വരണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. തിരുവെഴുത്തുകളുടെ വിശകലനമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് ശ്രദ്ധയോടെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.